നമസ്കാരം. ഒടുവിൽ നമ്മുടെ നിലമ്പൂരിലെ MLA PV അൻവർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ താവളം കണ്ടെത്തിയിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിൽ അദ്ദേഹം ചേർന്നിരിക്കുകയാണ്. നമുക്കറിയാം, പിണറായി സത്തിനെതിരെ പ്രതികരിച്ച് പിണറായി വിജയനുമായുള്ള തർക്കങ്ങൾക്കൊടുവിലാണ് അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികൻ എന്ന കുപ്പായം അഴിച്ചുവെച്ചുകൊണ്ട് ഒരു ഒറ്റയാനായി കേരള രാഷ്ട്രീയത്തിൽ നടക്കാൻ പല വിധത്തിലുള്ള പല പ്ലാനിങ്ങോടുകൂടി തന്നെ അദ്ദേഹം പുറത്തിറങ്ങുകയും അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ, രാഷ്ട്രീയ ചർച്ചകൾ നടന്നതും നമ്മൾ കണ്ടതാണ്. തമിഴ്നാട്ടിൽ പോയി സ്റ്റാലിനുമായി സംസാരിച്ച് DMK-യിലേക്ക് പോവാനുള്ള ചില പദ്ധതികൾ ആസൂത്രണം ചെയ്തെങ്കിലും അത് പിന്നീട് നടന്നില്ല. അവിടെയും പിണറായി ഇത്തരത്തിൽ PV അൻവറെ പാർട്ടിയിലേക്ക് എടുക്കുന്നതിനെതിരെ സ്റ്റാലിനുമായി സംസാരിച്ചു, അല്ലെങ്കിൽ അത്തരത്തിൽ ചില ഉടക്കുകൾ ഉണ്ടാക്കി എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ DMK എന്ന ഒരു സംസ്ഥാന പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് പോകാനായിരുന്നു പിന്നീട് PV അൻവർ ശ്രമിച്ചത്. അതുമായി ബന്ധപ്പെട്ട പൊതുയോഗങ്ങൾ എടക്കരയിലും നിലമ്പൂരിലടക്കം നടന്നതും നമ്മൾ കണ്ടു. വലിയ ആൾക്കൂട്ടം, വലിയ ജനസഞ്ചയം ഈ പരിപാടികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. വലിയ മീഡിയ കവറേജ് ഈ പരിപാടികളൊക്കെ തന്നെ ലഭിക്കുകയും ചെയ്തു. ഒടുവിൽ നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് PV അൻവറെ ജയിലിലടയ്ക്കുന്നു. ജാമ്യം കിട്ടി അദ്ദേഹം പുറത്തിറങ്ങുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് മറ്റൊരു ട്വിസ്റ്റ് ഇന്നലെ വന്നത്. അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് ഒരു CPM വിരുദ്ധത എന്നത് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൃണമൂൽ കോൺഗ്രസ് വർഷങ്ങളായി അല്ലെങ്കിൽ കാലങ്ങളായി അവരുടെ ജന്മശത്രുവായി അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിയോഗിയായി കാണുന്നത് CPM-നെയാണ്. അത് ബംഗാളിലടക്കം നമ്മൾ കണ്ടുവരുന്നതാണ്. ബംഗാളിൽ ഒരു കാലത്ത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരുന്ന, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ അത്രത്തോളം ശക്തിയുള്ള ഒരു സംസ്ഥാനമായിരുന്നു ബംഗാൾ. പിന്നീട് അത് തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ, അല്ലെങ്കിൽ മമതാ ബാനർജി എന്ന നേതാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി അത് CPM ആരോപിക്കുന്നത് പോലെ പലതരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തിയെന്നാണ് CPM ആരോപിക്കുന്നതെങ്കിൽ പോലും മമതാ ബാനർജി എന്ന നേതാവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് ഉയർത്തിയ രാഷ്ട്രീയം അത് പതുക്കെ CPM-നെ ബംഗാളിൽ നിന്നും തുടച്ച് മാറ്റപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. പിന്നീട് ബംഗാൾ വിട്ട് പിന്നീട് ആകെ ഉണ്ടായിരുന്ന ഒരു കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത് കേരളമായി മാറുകയും ത്രിപുര അതിനിടയിൽ BJP-യുടെ കയ്യിലേക്ക് പോവുകയും ചെയ്തു. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ CPM വിരുദ്ധത, ഈ PV അൻവറിൻ്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയം തന്നെ അത് തന്നെയാണ്. CPM വിരുദ്ധത അത് ഒരുപക്ഷെ പിണറായി വിരുദ്ധതയാണ്. ആ വിരുദ്ധതയ്ക്ക് ഏറ്റവും ചേരുന്ന കുപ്പായം തൃണമൂൽ കോൺഗ്രസിൻ്റേതാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുകയും അദ്ദേഹത്തിൻ്റെ വരവ് അത് തൃണമൂൽ കോൺഗ്രസിന് നന്നാവുമെന്ന് ആ പാർട്ടിയുടെ ദേശീയ നേതൃത്വം തീരുമാനമെടുക്കുകയും ചെയ്തതിലൂടെയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിലേക്ക് PV അൻവർ എത്തുന്നത്. ഇതിലൂടെ PV അൻവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമുണ്ട്. അതായത് അദ്ദേഹം കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ UDF-ലേക്ക് വരാനുള്ള സാധ്യത അദ്ദേഹം നോക്കിയിരുന്നു. പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം, അതിൽ VD സതീശനടക്കം, മാത്യു കുഴൽനാടൻ, BT ബൽറാം തുടരെയുള്ള അങ്ങനെ വരുന്ന യുവ നേതൃത്വം അവരുടെ തുടരെയുള്ള ഇത്തരത്തിൽ പരാമർശങ്ങൾ വന്നിരുന്നു. PV അൻവർ വരുന്നതുമായി ബന്ധപ്പെട്ട അങ്ങനെയൊരു സാധ്യത വേണ്ട എന്ന ആദ്യം മുതൽ തന്നെ ആ ഒരു സാധ്യത അവിടെ PV അൻവറിന് നഷ്ടമാവുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പിന്നീട് മറ്റൊരു ചാൻസ് എന്ന നിലയ്ക്കാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ കണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണ് മമതാ ബാനർജിയുടെ പാർട്ടി. മാത്രമല്ല, ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തേക്ക് മമതാ ബാനർജിയെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന ആവശ്യവും ശക്തമായി ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു തലപ്പത്തേക്ക് മമതാ ബാനർജി വരികയാണെങ്കിൽ അത് PV അൻവർ എന്ന രാഷ്ട്രീയക്കാരൻ അത് ഒരു ദേശീയ നേതാവായി വളരുന്നതും നമ്മൾ ഇനി കാണേണ്ടി വരും.